നാളെ മഹിഷറിൽ ഒരു സമയമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല വിധി നിർണയം നിർത്തിവെക്കുന്നൊരു സമയം. ആ സമയത്ത് ആര് പരാതി അള്ളാഹു സുബ്ഹാനഹു തആല കേൾക്കൂല. വിധി നിർണയം നിർത്തിവെക്കും. എല്ലാവരും പാപഭാരത്താൽ മുങ്ങി നിൽക്കുന്നൊരു സമയം. ഒരു ചാൺമുകളിൽ സൂര്യൻ ഉണ്ടാവും ഇവിടെ കത്തിജ്വലിക്കുന്നു. ആർക്കും എന്താ ചെയ്യേണ്ടതെന്ന് ഒരറിവും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും നബിമാരുടെ അടുത്തേക്ക് ഓടും. ആദം നബി അലൈഹി സ്വലാം മുതൽ താഴോട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെ അടുത്തേക്കും എല്ലാവരും ചെന്ന് കേണപേക്ഷിക്കും. ആർക്കും സഹായിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എല്ലാവർക്കും കൈമലർത്താനേ പറ്റുന്നുണ്ടാവുള്ളൂ. അവസാനം മുത്ത് റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തും. ഇവിടത്തെപ്പോൾ റസൂല് പറയും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. അള്ളാന്റെ റസൂല് അപ്പോൾ തന്നെ സുജൂദിൽ വീഴും. എന്റെ കേണപേക്ഷിക്കും അള്ളാഹിനോട്. അള്ളാഹ് ഇതെന്റെ ഉമ്മത്താണ്, ഇവരെ നീ രക്ഷിക്കണേ എന്ന് അള്ളാഹിനോട് കരഞ്ഞ് കരഞ്ഞ് അപേക്ഷിക്കുക. ആ സമയത്ത് അള്ളാഹിന്റെ റസൂല് മുത്ത് റസൂലിന് മഹ്ശറിൽ നിൽക്കേണ്ട ആവശ്യം പോലും ഇല്ല. സ്വർഗം പോലും അള്ളാഹിന്റെ റസൂലിന്റെ പേരിലാണ്. എന്നിട്ടും ഉമ്മത്തിന് വേണ്ടി അള്ളാഹിന്റെ റസൂൽ അവിടെ നിൽക്കും. ഓരോ മനുഷ്യന്റെയും അഭിഭാഷകനായിട്ട് അവിടെ നിൽക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്ര മനുഷ്യന്മാരാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. അവർക്കൊക്കെ അള്ളാഹിന്റെ റസൂല് ഒരു അഭിഭാഷകനെ പോലെ നിൽക്കും. എന്നിട്ട് വിധി നിർണയം നടത്തുമ്പോൾ അയാൾ പാപിയാണെന്ന് കണ്ടാൽ അള്ളാഹിന്റെ റസൂല് അള്ളാഹിനോട് കേണപേക്ഷിക്കും. അള്ളാഹ്, ഒരു കാരക്കയോളം ഈമാനെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളെ നീ സ്വർഗത്തിലേക്ക് കാറ്റണേ, ഇതെന്റെ ഉമ്മത്താണ്, ഇതെന്റെ ഉമ്മത്താണ്. അതുമില്ലെങ്കിൽ അള്ളാഹിന്റെ റസൂല് വീണ്ടും ദുആ ചെയ്യും, ഒരു കാരക്ക കുരുവോളമെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ നീ ഇയാളെ സ്വർഗത്തിലേക്ക് കയറ്റണേ അള്ളാഹ് എന്ന് പറയും. അതുമില്ലെങ്കിൽ കടുകുമണിയോളമെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് കാറ്റണേ, ഇയാളെ നരകത്തിലേക്ക് അയക്കല്ലേ, ഇതെന്റെ ഉമ്മത്താണ്, ഇതെന്റെ ഉമ്മത്താണെന്ന് പറഞ്ഞ് അവിടുന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും. ഉമ്മത്തിനെ ഇത്ര സ്നേഹിച്ചൊരു നേതാവ് വേറെ ആരാ ഉള്ളത്?